ായിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ വചനം കേട്ട് യേശുക്രിസ്തു മുഖാന്തരമായി ദൈവത്തെ തിരിച്ചറിയുന്നത്, ദൈവത്തിന്റെ വെളിപ്പാട് തിരിച്ചറിയുന്നവനാണ് ഇന്ന് നിത്യജീവനുള്ളത്. ഇല്ലാത്ത ആർക്കും നിത്യജീവൻ ഇല്ല. അവകാശപ്പെടാം എല്ലാവർക്കും. സ്തോത്രം. അതാ ഞാൻ പറഞ്ഞത്, യഥാർത്ഥ ദൈവത്തിന്റെ വെളിപ്പാട് വരുമ്പോഴാണ് ഭൂമിയിലെ എല്ലാ മനുഷ്യരും തെറ്റോ, എല്ലാ സഭകളും തെറ്റോ, ഇത്രയും പേരെ ദൈവം കൊല്ലുമോ? ഇല്ല. അത്ഭുതം, അടയാളം, വീര്യപ്രവൃത്തി, ദർശനം, പ്രവചനം, ദൂത്, അന്യഭാഷ, ഇങ്ങനെ ധാരാളമുണ്ട്. ഇതെല്ലാം നീങ്ങിപ്പോകും. ഇത് പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ ലക്ഷണമല്ല. അനേക സഭകൾ പഠിപ്പിക്കുന്നു അന്യഭാഷ പറയുന്നത്, തുള്ളുക, ഓടുക, ചാടുക, വീര്യപ്രവൃത്തി, അത്ഭുത, അടയാളം, ഇതെല്ലാം പരിശുദ്ധാത്മാവ് ഉള്ളതിന്റെ അടയാളമാണെന്ന്. ഇല്ല, ഇതെല്ലാം കൃപാവരങ്ങളാണ്. കൃപാവരമോ നീങ്ങിപ്പോകും. പരിശുദ്ധാത്മാവ് വന്നാലോ വീണ്ടെടുപ്പിൻ നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ലഭിച്ചുവെങ്കിൽ, മാളികമുറിയിൽ നിന്ന് പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാർ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട അപ്പോസ്തലൻ പറഞ്ഞ വചനത്തെ എങ്ങനെ തള്ളിക്കളയാൻ കഴിയും? അതേ ആത്മാവാണ് ഉള്ളിലിരിക്കുന്നതെങ്കിൽ ആ ആത്മാവ് ഒരു നിമിഷമെങ്കിലും അവർക്കൊരു കുത്തു കൊടുക്കില്ലേ? അങ്ങനെ അകത്ത് ഹൃദയത്തിൽ കുത്തു കൊടുക്കുന്നില്ല, വേദന കൊടുക്കുന്നില്ല എങ്കിൽ അവർ ജാരസന്തതികളാണ്, കവുലിടയന്മാരെന്നാണ് പറയുന്നത്. നോക്കൂ, ഇപ്പോൾ പല സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഈ ലോകം, ഈ ക്രിസ്ത്യാനികൾ ഇപ്പോൾ നോഹയുടെ കാലത്തെ പോലെ തികഞ്ഞിരിക്കുന്നു. എന്നാൽ ചെറിയൊരു കൂട്ടം ദൈവത്തിൻ്റെ വചനത്തിനായി, വെളിപ്പാടിനായി, മർമ്മത്തിനായി ആത്മാവിൽ ദരിദ്രനായിരിക്കുന്നവരുണ്ട്. അവരുടെ ഇടയ്ക്കിലേക്കാണ് ഈ സന്ദേശമായി